നമ്മുടെ അടുത്ത ഗസ്റ്റിനെ കുറിച്ചും പറഞ്ഞേ പറ്റൂ. അദ്ദേഹമാണ് ഈ വർഷത്തെ നമ്മുടെ യൂത്ത് ഐക്കൺ. പക്ഷെ ഇദ്ദേഹം ഞാൻ നിങ്ങളുടെ സ്കൂളിലേക്ക് വരുന്ന കാര്യം എവിടെയും അറിയിക്കരുത്, എനിക്ക് ഒരാളുടെയും അറ്റൻഷൻ ആവശ്യമില്ല എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി നമുക്ക് എല്ലാവർക്കും, നമ്മുടെ കുട്ടികൾക്കും മാതൃകയാണ്. സീത, റാമിന് ഈ പ്രായത്തിൽ തന്നെ എന്ത് മര്യാദയാണല്ലേ. അല്ല പിന്നെ ടീച്ചർമാരെ ആരായാലും ബഹുമാനിച്ചല്ലേ പറ്റൂ. സർ, റാം സാർ ഇവിടെ വരുന്നത് കണ്ടപ്പോ വെറുതെ സിഹി വിളിച്ചപ്പോ വന്നതാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അദ്ദേഹം ചീഫ് ഗസ്റ്റ് ആയിട്ടാ ഇങ്ങോട്ട് വന്നേന്നറിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്തു പറ്റി? ഒന്നുമില്ല. സീതയ്ക്ക് സന്തോഷമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ബട്ട് മാഡത്തിന് റിയാക്ഷൻ ഇല്ല. നമ്മുടെ ബോസ് ഗസ്റ്റായി വന്നതില് എനിക്ക് സന്തോഷം തന്നെ. പക്ഷെ ഞാൻ ചോദിച്ചത് റാമിനെ കുറിച്ചാ. ബട്ട് റാം വന്നതുകൊണ്ട് സിഹി ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? എടാ, സീതയുടെ മുഖത്ത് ഞാനൊരു ചെറിയ ചിരി കണ്ടടാ. അതും നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ വന്ന ചിരി. ഇന്ന് എന്തെങ്കിലും ചെയ്ത് പാച്ചപ്പ് ചെയ്യടാ. എന്തെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? എന്താ ചിരിച്ചൂടെ? അയ്യോ ചിരിച്ചോളൂ. പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്ന കണ്ടാലേ കാണുന്നവരോർക്കും ആണെന്ന്. മനസ്സിലായോ? ഇനി സമ്മാനദാനം നടത്തുന്നതിനു വേണ്ടി നമ്മുടെ അതിഥികളെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ് ക്രേസി സ്റ്റാർ വി രവിചന്ദ്രൻ സർ ആൻഡ് ബിസിനസ് ഐക്കോൺ ശ്രീറാം സർ. ആദ്യമായി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എ സെക്ഷൻ പ്രാപ്തി പി. ഫസ്റ്റ് പ്രൈസ് ഇൻ സിംഗിങ്, ഫസ്റ്റ് പ്രൈസ് ഇൻ സ്റ്റോറി ടെല്ലിംഗ്. പ്രാപ്തി, പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. Kavya, second prize in singing. Next, B section, Sihi. First prize in storytelling, first prize in craft, fort decoration and painting, second prize in running and third prize in singing. Sihi. നിനക്കെല്ലാം ഞാൻ തന്നെ തരാം. അതെ, റാം നിന്റെ ഫ്രണ്ടാണോ? ഈ വയസ്സുള്ള ഫ്രണ്ടോ?
ഒരു കണക്കിന് ദൈവമായിട്ട് കൊണ്ടുവന്ന സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ സർ. ഇതെന്ത് അത്ഭുതമാണ്. ഞാൻ സിഹിയും റാമിനെയും തമ്മിൽ അകറ്റാൻ നോക്കുമ്പോ ദൈവം അവരെ വീണ്ടും അടുപ്പിക്കുവാണല്ലോ. അപ്പൊ ഞാൻ ഇത്രയും കാലം ചിന്തിച്ചതൊക്കെ തെറ്റാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇത് സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പാ. താങ്ക് യു രവി സർ ആൻഡ് ശ്രീറാം സർ. ഇനി ഞാനും നിങ്ങളും കുറെ അധികം നേരമായി കാത്തിരിക്കുന്ന ആ സമയമാണ്. നമ്മുടെ രവിചന്ദ്രൻ സാറിനോട് കുട്ടികൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ് സർ. എല്ലാവർക്കും നമസ്കാരം. സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുന്ന എന്നോട് മൈക്ക് എന്ന് സംസാരിക്കാൻ പറഞ്ഞ് ഞാനെന്ന് സംസാരിക്കാനാ അല്ലേ? കുട്ടികളാണ് സെലിബ്രേഷൻ. കുട്ടികളുണ്ടെങ്കിൽ സെലിബ്രേഷൻ പക്ക. കുട്ടികളോട് കള്ളം പറയരുതെന്നാ, പക്ഷെ ഞാൻ വന്നപ്പോ തന്നെ കള്ളം പറഞ്ഞിട്ടാ വന്നത്. എന്തിനാണെന്ന് വെച്ചാ കുട്ടികൾക്കൊരു ഷോക്ക് കൊടുക്കണമെന്ന് തോന്നി. അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാ. ജീവിതത്തിലെ ഓരോ സെക്കൻഡും സർപ്രൈസ് ആണ്. അത് പ്രൈസ് ആയിട്ട് കണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതം അടിപൊളിയായിരിക്കും. അതിനെ ഒരു പ്രൈസ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. മറ്റൊരാളെ വിഷമിപ്പിക്കാത്ത കള്ളങ്ങള് സുന്ദരമാണെന്നാണ്. എന്തു പറയുന്നു? സോ ജീവിതത്തിലെ ഓരോ സെക്കൻഡും എൻജോയ്. എല്ലാവരും കുട്ടികളുടെ അടുത്ത് കുട്ടികളായിരിക്കുക. അതാണ് ജീവിതം. ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. അച്ഛനമ്മമാരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. നമസ്കാരം. രവി സർ, നിങ്ങളുടെ വിലയേറിയ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഇനി ശ്രീറാം സാറിനെ നമ്മളോട് എല്ലാവരോടും സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവറി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ, ലിറ്റിൽ ബി സ്കൂളിന് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഒരുപാട് താങ്ക്സ്. രവിചന്ദ്രൻ സാറിന്റെ അടുത്ത് നിൽക്കാന്ന് പറയുന്നത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. ഇൻഫാക്ട് അതെന്റെ ഭാഗ്യമാണെന്നേ പറയാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് സംസാരിക്കാൻ മാത്രം അത്ര വലിയ ആളൊന്നും അല്ല ഞാൻ. അദ്ദേഹം വളരെ അളന്ന് മുറിച്ച് സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം നിങ്ങൾ അതുപോലെ പകർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നിങ്ങൾ ചെറിയ കുട്ടികളുടെ പെർഫോമൻസ് കാണാൻ ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു ഫ്രണ്ട് സിഹിയുടെ ഡാൻസ് കാണാനും ഞാൻ ഒരുപാട് നേരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. Thank you so much, each and everyone and the faculty, for inviting me for this wonderful event. Thank you, guys. താങ്ക് യു രാം സർ. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സീറ്റിൽ പോയിരുന്ന് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാംസ് ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ഓരോന്നായി തുടങ്ങാം. ആദ്യമായി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്നും നിഷ ആൻഡ് ടീം. പ്രിയ, ഒരു മിനിറ്റ്, ഇതാ വരുന്നു. സാർ നമസ്കാരം. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. എന്റെ പേര് അശോകാണ് സാർ. ഞാൻ റാമിന്റെ കൂടെ ജോലി ചെയ്യുന്നത്. സർ, കൂടെ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല, നമ്മുടെ കമ്പനിയുടെ CEO ആണ്. ഓ വാ, ഇവിടെ ഇരിക്കാലോ. ആ സാർ. സാർ, നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ഇപ്പോഴെങ്കിലും അവന് ജ്ഞാനോദയം വരാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്താണ് കാര്യം? പ്രണയലോകം തന്നെ മുമ്പിൽ ഇരിക്കുമ്പോൾ മറ്റെന്ത് കാര്യത്തിൽ ജ്ഞാനോദയം ഉണ്ടാവണമെന്ന് ഞാൻ പറയണം സാർ. സാർ, ഇവന്റെ പ്രണയത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഇവനോട് പറഞ്ഞു മടുത്തു എനിക്ക്. എന്താ ലവ്? ഏയ് സാർ, നത്തിങ് ലൈക്ക് ദാറ്റ്. അവൻ വെറുതെ ഓരോന്ന് പ്രാന്ത് പറയാ. ഞാൻ വെറുതെ പറയാണെന്നോ? പറയട്ടെ സാറിനോട്? അവനെ വിടറ, എല്ലാത്തിനോട് സമയമുണ്ടെന്നേ. അവനായിട്ട് തുറന്നു പറഞ്ഞോളൂ, വിട്. സർ, അങ്ങനെ പ്രേമൊന്നും ഇല്ല സർ. വെറുതെ തമാശ കളിക്കുക. ആവട്ര, ഞാൻ സംസാരിച്ചോളാം, വിട്ടേക്ക്.
എന്റെ ഡാൻസ് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ ഡാൻസ് കണ്ടാ മതി. എന്നാ ഞാനൊരു ഫ്രണ്ടിനെ കൊണ്ടോട്ടെ. ഓ നല്ല കാര്യം, വേഗം വിളിച്ചു. വാ ഫ്രണ്ട് വാ. വേണ്ട ചെല്ലടാ ചെല്ല്. വാ. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ല തക്കാറുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ട്. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടം പൊട്ടും കുത്ത് ഇന്നു കെട്ടിക്കൊണ്ടേ പോകാം. കണ്ടു നാമിതാ, കണ്ണു കണ്ണെറിഞ്ഞിതാ, ഉള്ളുകൊണ്ടു ചേർന്നിതാ മധുകലിത. തെന്നലുരുമണ പോലെ ഇതാ, മഞ്ഞള പെയ്യണ ചേലിലിതാ, നെഞ്ചാകെ ആനന്ദം. ഓ താനെന്ത് എങ്ങനെ ചിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടാ ഇങ്ങനെ കരുതും. ഇറ്റ്സ് ഓക്കെ. ആരെന്ത് കരുതിയാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചു, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചിരിച്ചോളൂ ചിരിച്ചോളൂ. എന്റെ അടുത്ത് ഇവനിരിക്കുമ്പോ എന്തൊരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ്. മറ്റെല്ലാം മറന്നു പോകുന്നു. ഈ സമയം ഇങ്ങനെ തന്നെ നിന്നാ മതിയായിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ സർ? എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, എന്റെ മൈൻഡ് വോയിസ് ഒക്കെ ഈ മനുഷ്യൻ കേൾക്കുന്നുണ്ടോ? ഹലോ. അത് ഒന്നുമില്ല. റാം സാർ ഇവിടുത്തെ കുട്ടികളും വളരെ ക്യൂട്ടായിട്ട് ഡാൻസ് കളിച്ചല്ലോ എന്ന് കരുതിയതാ. അതെ, ഇതൊക്കെ കഴിയുമ്പോ ഒരുപാട് സമയം എടുക്കുമോ എന്തോ. എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. അച്ഛാ, എന്നാ നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ. വെറുതെ അവളെ കാത്തിരുന്ന ഒരുപാട് ലേറ്റ് ആവും. ആ മോളെ, സിഹിയുടെ ഡാൻസ് എന്തായാലും കണ്ടല്ലോ. എന്നാ ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ. ഇവിടെ ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാ മോളെ. അത് ശരിയാണ് അച്ഛാ, ഞാൻ ഒരു ഓട്ടോ വിളിച്ചു തരാം. അതൊന്നും വേണ്ട, മോൾ ഇവിടെ ഇരുന്നേ. വീട് ഇവിടെ അടുത്തല്ലേ, ഞങ്ങൾ രണ്ടുപേരും നടന്നു പോയിക്കോളാം. അല്ല, ഇത് കഴിഞ്ഞ നീയും സിഹിയും മാത്രല്ലേ ഉണ്ടാവുള്ളൂ. വേണമെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കാന്ന്. അച്ഛാ, അവിടെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല.
ശരി മോളെ. ശാന്തേച്ചി ഇറങ്ങുവാണോ? ആ. ഞങ്ങള് രവി സാറിന്റെ കൂടെ സെൽഫി എടുത്തിട്ടേ ഓ വരുന്നുള്ളൂ. അത് മതി. നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമാധാനായിട്ട് വാ. ഞങ്ങൾ ഇറങ്ങട്ടെ. ബൈ അമ്മ. ബൈ. പ്രിയ വരട്ടെ മോളെ. വരാം മോളെ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇവിടെ ഒന്നും കറക്റ്റ് കേൾക്കുന്നില്ല. ഞാൻ പുറത്തിറങ്ങട്ടെ. ഒരു മിനിറ്റ്. ഹലോ, പറയൂ. വാട്ട്? ആർ യു ഷുവർ? Okay, I will call you later. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ കാര്യം ഉടനെ റാമിനെ അറിയിക്കണം. അവരാണെങ്കിൽ സ്റ്റേജിലാണല്ലോ. ബട്ട് ഐ ഹാവ് ടു ടെൽ ഹിം. ചക്കര സീമോളെ, നീ അയച്ച ലെറ്റർ വളരെ ക്യൂട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ആണോ ഫ്രണ്ട്? സിഹി, ഡാൻസ് കഴിഞ്ഞില്ലേ? വാ, ഡ്രസ് ചേഞ്ച് ചെയ്യാം. സീതമ്മ, എന്റെ ഫ്രണ്ട് വന്നത് കണ്ടോ? ഞാൻ ഡാൻസ് കളിച്ചതിന് എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് പ്രൈസ് വാങ്ങിയത്. നിനക്കതിന് ദേഷ്യമൊന്നുമില്ലല്ലോ? സിഹി, നീ ഇവിടെയായിരുന്നോ? അവിടെയില്ലേ രവി സാറ് പോവാൻ പോവാ. അയ്യോ, സീതമ്മ ഒരു മിനിറ്റ്. ഫ്രണ്ട്, ഞാൻ രവി സാറിന്റെ അടുത്ത് ബായ് കൊടുത്തിട്ട് വരാം. ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. നിങ്ങളുടെ കുട്ടികളൊക്കെ സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് സർ. എല്ലാവർക്കും ഫേസ് റീഡിങ് അറിയില്ല റാം. എല്ലാം മനസ്സിലെങ്കിൽ വെച്ചാ എങ്ങനെയാ? നിനക്കൊന്ന് വാ തുറന്ന് പറഞ്ഞൂടെ? ഓ ഗോഡ്, ഈ അശോകിന്റെ ഓരോ കാര്യങ്ങൾ. ഇപ്പോഴെങ്ങനെ രവി സാർ എന്നെ ഇവളെയും കണക്ട് ചെയ്ത് പ്രേമം പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്റെ ദൈവമേ. സർ, ദിസ് ഇസ് സീത. ഷീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. നമസ്കാരം. നമസ്കാരം സർ. ഞാൻ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ് സർ. എംപ്ലോയിയുടെയും ബോസിന്റെ ഇടയില് ഫ്രണ്ട്ഷിപ്പ് തെറ്റാണെന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത്. പരിശുദ്ധമായ സ്നേഹത്തിന് ഒരു ലേബലിന്റെ ആവശ്യമില്ല. ആകാശം അവിടെയാണ്, ഭൂമി ഇവിടെയാണ്. പക്ഷെ അവർക്കിടയിലുള്ള സ്നേഹത്തിന് ദൂരം കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഭൂമിയിലെ കണ്ണീരെല്ലാം എടുത്ത് ആകാശം നീരാവിയായി പിടിച്ച് മഴയായിട്ട് തിരിച്ചു തരുന്നില്ലേ? അവരുടെ സ്നേഹത്തിനപ്പോ വിലയില്ലെന്നാ? ശുദ്ധമായ സ്നേഹത്തിനും നല്ല സൗഹൃദത്തിനും തടകൽ ഉണ്ടാകരുതെന്നാണ്. പടികളുണ്ടായാ മതി. റാം, ഇവളെ കാണുമ്പോ ഇവളാണ് നിന്റെ ബോസ് എന്ന് തോന്നുമല്ലോ. അതെ മേഡം, ലേഡീസ് ഫസ്റ്റ് എന്ന് ചുമ്മാ പറയുന്നതല്ല, ലീഡ് എന്ന് നിങ്ങളാണ്. നമ്മുടെ ചെറുക്കൻ കുറച്ച് സ്ലോവാ, എത്താൻ സമയമിടും. അതെ സീത, ഇവൻ നിന്റെ ബോസാണെന്നുള്ള കാര്യം നിന്റെ തലേന്നെടുത്ത് കള. ഇവനെ നീ കണ്ണുകൊണ്ട് നോക്കരുത്,
മനസ്സുകൊണ്ട് നോക്കണം. ഞാൻ കാണാത്ത സൗഹൃദമാണോ നിങ്ങളുടെ? റാം, മനസ്സിലുള്ളതെല്ലാം വാ തുറന്ന് പറ. ഓക്കെ, ചലോ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. താങ്ക് യു. അശോക്, ആ സർ. നിന്റെ ഫ്രണ്ടിനെ ഞാനെന്ത് പറഞ്ഞു ജ്ഞാനോദയം കൊടുക്കാന്? അതിന് അവന്റെ അടുത്ത് അവളുണ്ടല്ലോ. ഇവൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് അവള് മനസ്സ് തുറന്ന് കേട്ടാ മതി. നീ ഇടയ്ക്ക് അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് സാർ. അതറിയാനുണ്ട്. അവർക്ക് രണ്ടുപേർക്കും സീതാരാമമാണെന്ന് ജ്ഞാനോദയം വരുന്ന ദിവസം അവരുടെ ജീവിതം അടിപൊളിയായിരിക്കും. വളരെ അടിപൊളിയായിട്ട് പറഞ്ഞു സാർ. പക്ഷേ ഈ സീതയ്ക്ക് എപ്പോഴാ ഇതൊക്കെ ഒന്ന് മനസ്സിലാവുക? അവന്റെ കണ്ണ് നോക്കട. It tells he loves her. കറക്റ്റായിട്ട് പറഞ്ഞു സാർ. ഞാൻ ഇതിനു വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നു. രവി സാറിനെ എവിടെയും കാണുന്നില്ല. പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അമ്മയോ? സീമോളെ, രവി സാർ ദാ നിൽക്കുന്നു. രവി സാർ! രവി സാർ! രവി സാർ! രവി സാർ, നിങ്ങൾ പോയെന്ന് കരുതി എനിക്ക് ഒരുപാട് വിഷമമായി. അയ്യോ, നിന്നോട് പറയാതെ ഞാൻ പോവോ സീമോളെ? രവി സാർ, ഇന്ന് ഫുൾ എനിക്ക് ലക്കി ഡേയാ. അതെന്താ? ഇത്രയും ദിവസം സീതമ്മ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കാനേ വിട്ടില്ല. ദൈവമ എന്റെ ഫ്രണ്ടിനെ ഇങ്ങോട്ട് പറഞ്ഞേച്ചേ. അശോക, കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ലൈഫില്ല. അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തേണ്ടത് നമ്മുടെ ജോലിയാണ്. കറക്റ്റ് സാർ. അവർ ടച്ചായോ? ആയി കാണും.